സംസ്ഥാനത്തെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ഒറ്റക്കെട്ടായി എതിർക്കാൻ ഉറച്ച് LDF-ഉം UDF-ഉം. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പരിഷ്കരണം പ്രായോഗികമല്ലെന്ന നിലപാടിലാണ് നേതാക്കൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. ഇരു മുന്നണികളും വോട്ടർ പട്ടിക പരിഷ്കരണത്തെ പ്രതിരോധിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തുടർ നിലപാട് നിർണായകമാകും. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷി, വെരി ഗുഡ് മോർണിംഗ്. റോഷി, പ്രധാന വിവരം സർക്കാരും പ്രതിപക്ഷവും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ് എന്നുള്ളതാണ്. പ്രതിപക്ഷവും ഭരണപക്ഷവും സഹകരിക്കാത്ത പക്ഷം ഈ വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണവുമായി മുന്നോട്ട് പോവുക എന്നുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഒരു വെല്ലുവിളിയാകുമോ റോഷി? അരുൺകുമാർ, ഇന്ന് രാവിലെ 11 മണിക്ക് സംസ്ഥാനത്തെ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായ രത്തൻ കേൽക്കർ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ യോഗത്തിൽ എങ്ങനെയാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക എന്ന കാര്യം രത്തൻ കേൽക്കർ വിശദീകരിക്കും. പിന്നീട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ അഭിപ്രായം ആരായും. ഏതായാലും LDF-ഉം UDF-ഉം നിലവിലെ സാഹചര്യത്തിൽ ശക്തമായ SIR-നെ എതിർക്കാൻ തന്നെയാണ് തീരുമാനിച്ചത്. കാരണം 2002 വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ 2025 നിലവിൽ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി പരിഷ്കരണത്തിലേക്ക് പോകണമെന്ന നിർദ്ദേശമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലെങ്കിൽ ഒട്ടേറെ പേർക്ക് വോട്ട് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പിലുള്ള തയ്യാറെടുപ്പ് അടക്കം നടക്കുന്ന ഈ ഘട്ടത്തിൽ തിരക്കിട്ട് ഈ വോട്ടർ പട്ടിക പരിഷ്കരണം നടത്തി കഴിഞ്ഞാൽ അത് കൂടുതൽ പേർക്ക് വോട്ട് നഷ്ടപ്പെടാനുള്ള വഴിയൊരുക്കും എന്നതാണ് ആശങ്ക. ഈ കാര്യമാണ് ഇന്നത്തെ യോഗത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടുക. ഏതായാലും ശക്തമായി ഇതിനെ എതിർക്കാനുള്ള തീരുമാനം നിയമസഭയിൽ സംയുക്തമായി പ്രമേയം കൊണ്ടുവരാനുള്ള നീക്കമടക്കം നടക്കുന്നുണ്ട്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ സംശയവുമില്ല. പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളായ കോൺഗ്രസും CPM-ഉം ശക്തമായ SIR-നെ എതിർത്ത് കഴിഞ്ഞാൽ താഴെത്തട്ടിൽ അത് ബൂത്ത് തലത്തിൽ എങ്ങനെ നടപ്പിലാക്കുമെന്നതാണ്. കാരണം BLA-മാർ ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ആളുകളായിരിക്കും. അവർ കൃത്യമായി ഈ പ്രവർത്തനവുമായി സഹകരിച്ചില്ലെങ്കിൽ അത് വെല്ലുവിളിയാകും. 2002 ശേഷം വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ച എല്ലാവരും അപേക്ഷാ ഫോമിനൊപ്പം രേഖകൾ കൂടി ഹാജരാക്കണം. പക്ഷേ അത് ഓൺലൈനായി പോലും ഹാജരാക്കാനുള്ള അവസരമുണ്ട്. എന്നാൽ പോലും പുതുതലമുറ ഇങ്ങനെ കൃത്യമായി ഇതൊക്കെ നൽകുമോ എന്ന ആശങ്കയാണ് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറയുന്നത്. രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിൽ അവർക്ക് ഈ രേഖകൾ സംഘടിപ്പിച്ച് അപേക്ഷ നൽകാനുള്ള സമ്മർദ്ദം ചെലുത്തുക അതൊക്കെ വെല്ലുവിളിയാണ്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പും അതിന്റെ പ്രചരണവും അടക്കം നടക്കുന്ന ഘട്ടത്തിലായിരിക്കും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംസ്ഥാനത്ത് നടക്കാൻ സാധ്യത. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ പ്രതികരിച്ചത് റോഷിപാലാണ്. റോഷി പറഞ്ഞതനുസരിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടായിട്ട് SIR-നെ എതിർക്കുന്നുണ്ട്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ എങ്ങനെയാണോ കണ്ടത്, ബീഹാറിൽ അവിടെ പക്ഷേ ഭരണപക്ഷം അനുകൂലമായിരുന്നു. കേരളത്തിലേക്ക് വരുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളും എതിർക്കുന്ന സാഹചര്യത്തിൽ SIR തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടായി തീരും. ഇനി അതെങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അതിനെ മറികടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.